തൃശൂർ അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ജനവാസ മേഖലയിൽ രണ്ടാഴ്ചക്കാലമായി കാട്ടുകൊമ്പൻ വിലസുന്നു. കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുവെന്നും നാട്ടുകാരുടെ പരാതി. അതിനിടെ വെള്ളിക്കുളങ്ങരയിൽ കാട്ടാനയെ കണ്ട് ഭയം നോടിയ വാച്ചർക്ക് പരിക്കേറ്റു. ചാലക്കുടിപ്പുഴ കടന്നെത്തിയ കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിൽ തുടരുകയാണ്. വീട്ടുവളപ്പിലെത്തി കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുന്ന കാട്ടുകൊമ്പൻ നാട്ടുകാർക്ക് നേരെയും പാഞ്ഞെടുക്കുന്നുണ്ട്. ജനവാസ മേഖലയിൽ നിന്നും അടിക്കടി ചാലക്കുടി അതിരപ്പള്ളി പാതയിലേക്ക് ഇറങ്ങുന്ന കാട്ടാന റോഡിലൂടെ നടക്കുന്നതും പതിവാണ്. നാട്ടുകാർ റോഡിലിറങ്ങി ഇരുവശങ്ങളിലും വാഹനങ്ങൾ നിർത്തി മുന്നറിയിപ്പ് നൽകുന്നതുകൊണ്ടാണ് അപകടം ഒഴിവാകുന്നത്. ആനയിറങ്ങുന്ന സമയങ്ങളിൽ വനപാലകരെ വിവരമറിയിച്ചാൽ എത്തുന്നില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഒരു 15 ദിവസത്തോളമായിട്ടുണ്ട് നിരന്തരമായിട്ട് നമ്മുടെ വഞ്ചിക്കടവ് സെൻട്രൽ പോക്കറ്റ് റോഡുണ്ട്, എക്സൈസ്മെന്റ് അവിടെ നിന്ന് ആന ഇറങ്ങുമ്പോൾ ഒരു ഒറ്റയാനാണ് അവൻ, ഒരു ആക്രമണകാരിയായ ഒറ്റ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ റോഡിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടിക്കാരെ തടുക്കാനും ആന അപ്പുറത്തേക്ക് പോകുന്നത് വരെ മറ്റുള്ള വണ്ടികളെ തടഞ്ഞു നിർത്തി പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ജീവിച്ചു പോകുന്നത്. എത്രയും പെട്ടെന്ന് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ഉൾക്കാട്ടിലേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം വെള്ളിക്കുളങ്ങരയിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടിയ വാച്ചർ രാജേഷിന് പരിക്കേറ്റു. ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് രാജേഷിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തത്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.